അപ്പോൾ ഇന്ന് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറും ഓരോ ക്ലോത്ത് വീതം എടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ നമ്മുടെ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ടേപ്പ്, സിസേഴ്സ്, അതുപോലെ തന്നെ ഒരു പീസ് കോട്ടൺ, പിന്നെ ഈർക്കിൽ, അത്രയാണ് എടുത്തേക്കണത്. പിന്നെ ഒരു കേക്കിൻ്റെ ബോക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ യെല്ലോ കളറ് ക്ലോത്തിൽ നിന്ന് ഇതുപോലെ ഒരു ചതുര പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇച്ചിരി കോട്ടനകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് 6 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ 2 ഫ്ലവറേ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഒരു കേക്കിൻ്റെ ബോക്സ് എടുക്കുക. അതിനകത്ത് ഇച്ചിരി കട്ടിയുള്ളത് എടുക്കണം കേട്ടോ. ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡ് ഏത് പീസാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 പൂ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് 6 വെട്ടിയെടുത്തിട്ടുള്ളൂ. 3 ഇതൾ വീതമുള്ള 2 പൂവാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോണേ. എന്നിട്ട് നമ്മൾ റെഡ് കളർ ക്ലോത്ത് ആ ഒരു കാർഡ്ബോർഡിലായിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അതൊന്ന് കെട്ടിയെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ അടിഭാഗമില്ലേ അതൊന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ കെട്ടുമ്പം കുറച്ചൊരു വലിയതായിട്ടിരിക്കുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ 3 ഇതളയിൽ നിർത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 ഇതൾ വരെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 ഇതൾ വരെയും ചെയ്ത് കൊടുക്കാം. അതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അന്നേരം ഒരു 5 പെറ്റൽ വീതം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പം ഞാൻ കട്ടി കൂടുതലായതുകൊണ്ട് 3 പൂവ് പെറ്റലേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതുപോലെ ഒന്ന് നല്ലോണം കെട്ടിക്കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ തുണിയുടെ കുറച്ചൊന്ന് കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ടേപ്പ്, ഫ്ലവർ ടേപ്പാണ് ഇത്. നമ്മൾ ഇച്ചിരി പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതൊന്ന് പിടിച്ച് കിട്ടാനായിട്ട്. നമ്മുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒട്ടിച്ച് എടുത്താൽ മതി. അപ്പോൾ അതായത് ഇതുപോലെ 2 പൂവാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പം ഇലയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടി ഗ്രീൻ കളർ ഒരു ക്രേപ്പ് പേപ്പറാണ് എടുത്തേക്കണേ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇല കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു 4 ഇലയാണ് മൊത്തം ഞാനിപ്പം ചെയ്യണത്. നമുക്ക് കയ്യിൽ ക്ലോത്ത് ഉണ്ടായിരുന്നു, വേണമെന്നുണ്ടെങ്കിൽ 2-3 പൂവും കൂടെ ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 2 ചെയ്തോളൂ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾക്കൊന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്യാമറയിൽ അത്രയും അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല. നല്ല റെഡ് കളറും അതിൻ്റെ ഇടയ്ക്ക് യെല്ലോ കളറും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇച്ചിരി കൂടി ചെറിയ പെറ്റലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെറ്റൽസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി വലുതാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് 3 വെക്കാനാണ് പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ കയ്യിൽ നല്ല പശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഒട്ടിച്ചും കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ 2 പൂക്കളാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. അതുപോലെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.